ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ചെടിമക്കളൊക്കെ എങ്ങനെയുണ്ട്? വിനിങ്ങിയോ? എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പാവം നന്നായിട്ട് അനുസരിച്ച് എന്നെ സന്തോഷിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കുഞ്ഞമ്മയും വെയിലച്ചനൊക്കെ മാറി മാറി വരുന്നുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പണിയെടുത്തുകൊണ്ടേയിരിക്കും, ഇവരെ പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എപ്പോഴും കീടനാശിനികൾ എപ്പോഴും സ്പ്രേ ചെയ്യണം കേട്ടോ. എപ്പോഴും സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ കീടനാശിനിയും ജൈവവളങ്ങളുമല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 2 days ഗ്യാപ്പിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സാഫ് കലക്കിയിട്ടോ സീഡോമോണസ് മാസത്തിൽ 1 വട്ടം മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചെടികൾക്ക്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞിനെ കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഒരു കുഞ്ഞ് റോസ കുഞ്ഞിനെ കണ്ട, നല്ല കിടുവാണുള്ള കിടുക്കാച്ചി. ഇവിടെ വിരിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഒരു ഡാർക്ക് പിങ്ക് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴും മെറൂൺ റെഡിലേക്ക് വരുന്നത്. സിംഗിൾ പെറ്റലാണ്, പെട്ടെന്ന് ഫെയിലായി പോകും. പക്ഷെ എന്നാലും സൂപ്പറാ. എനിക്കൊരു ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാ. ചെറിയ സ്റ്റെമ്മായിരുന്നു, ഇത്രയും മിടുക്കിയായി. പിന്നെ നമ്മൾ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു പ്ലാന്റോ നടുമ്പോൾ പോട്ടി മിശ്രിതം ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന റോസുകളാണെങ്കിൽ വെറും സാധാ മണ്ണിൽ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഒരു പോട്ടിന് ഒരു കുഞ്ഞിപ്പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാം. മുട്ടയുടെ തോടുണ്ടെങ്കിൽ അത് ചേർക്കാം. വേറെ ഒന്നും വേണ്ട, ആ മണ്ണിൽ മാത്രം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഡോണ്ട് വറി, വെറും സാധാ മണ്ണിൽ മാത്രം നിങ്ങൾ പോട്ട് ചെയ്താൽ മതി. പിന്നെ നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസുകളുണ്ടെങ്കിൽ അത് കവറിലായാലും ചെറിയ പോട്ടിലായാലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 2 days 3 days ഒക്കെ കഴിഞ്ഞിട്ട് ഈ കവറ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ പോട്ടിൽ നിന്ന് വേര് കട്ടാകാതെ അതൊന്ന് തട്ടിക്കൊടുത്താൽ മതി, കമത്തി പിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് പോട്ടിൽ നിന്ന് ചെടികൾ നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഫുള്ള് മണ്ണൊന്നും കഴുകിക്കളയണ്ട. താഴെ നിന്ന് മാത്രം ആ മണ്ണ്, കട്ടിയായ മണ്ണൊന്ന് കഴുകിക്കളഞ്ഞിട്ട് ഈ പോട്ടി മിക്സ് ഉണ്ടല്ലോ നമ്മുടെ, അതിനകത്ത് ചാണകപ്പൊടി, കമ്പോസ്റ്റിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം. കിച്ചൺ കമ്പോസ്റ്റ് ആകാം, വെർമി കമ്പോസ്റ്റ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം നിങ്ങൾക്ക്. കമ്പോസ്റ്റിൻ്റെ പൊടി എല്ലാം ഓരോ പിടി മണ്ണ്, മണൽ. എന്നിട്ട് അതിനകത്തേക്ക് ഒരു പോട്ടെടുത്തിട്ട് ഡ്രെയിനേജ് ഹോള് ക്ലിയർ ആണോ എന്ന് നോക്കുക. എന്നിട്ട് കുറച്ച് കരിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പോട്ടി മിശ്രിതം കുറച്ചിട്ടിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നോക്കാം. പിന്നെ പ്ലാന്റ് എപ്പോഴും നടുമ്പോൾ പ്ലാന്റിൻ്റെ സൈസും പോട്ടിൻ്റെ സൈസും ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ പ്ലാന്റ് ഒരിക്കലും വലിയ പോട്ടിൽ കൊണ്ടുപോയി വെക്കരുത്, വലിയ പ്ലാന്റ് ഒരിക്കലും ചെറിയ പോട്ടിൽ വെക്കരുത്. അത് നിങ്ങൾ ഐഡിയപൂർവ്വം നടണം. എന്നിട്ട് ആദ്യത്തെ ദിവസം നട്ട് വെച്ചിട്ട് ഒരു 2-3 ദിവസം തണലത്ത് വെക്കുക. നട്ട് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് വാട്ടർ ഒന്നിലെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം, അതല്ലെങ്കിൽ സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പോട്ട് നനയത്തക്ക രീതിയിൽ കോരി ചൊരിയരുത്. കാരണം പോട്ടി മിശ്രിതം ലൂസല്ലേ, പെട്ടെന്ന് ഒഴുകിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് അതിന് മതിയാവുന്ന രീതിയിൽ വാട്ടറിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം 4 ദിവസം തണലത്തേക്ക് വെക്കുക. തണലത്തെന്ന് ഉദ്ദേശിച്ചത് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത്, അതായത് ഒരു കുറച്ച് ഷെയ്ഡിൻ്റെ താഴെ, എന്നാൽ വെളിച്ചം കിട്ടുകയും വേണം. അത് കഴിഞ്ഞിട്ട് 6-ാം ദിവസം തുടങ്ങി നമുക്കെടുത്ത് ചെറിയ ചെറിയ വെയിലിങ്ങനെ കൊള്ളിപ്പിക്കാം. കുറച്ച് സമയം എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഒരു 6-7 ദിവസം ആകുമ്പോൾ ഫുള്ള് നേരിട്ട് സൺലൈറ്റ് തട്ടുന്ന രീതിയിൽ നമുക്ക് ചെടികൾ വെക്കാം. എന്നിട്ട് ഈ ആദ്യത്തെ ദിവസം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൊടുത്തില്ലേ, വീണ്ടും ഒരു 2 days ആകുമ്പോഴേക്കും, സാധാ വെള്ളം കൊടുക്കണ്ട, 2 days ആകുമ്പോഴേക്കും വീണ്ടും മഞ്ഞൾപ്പൊടിയോ സാഫോ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പ്ലാന്റ്സ് ഫുള്ളും നനയത്തക്ക രീതിയിൽ. അപ്പോൾ നമ്മൾ നടുന്നതിന് മുമ്പ് പ്ലാന്റ്സിൽ എന്തെങ്കിലും സ്റ്റമ്മുകൾ ചീത്തയായിട്ടുണ്ടോ, ലീഫുകൾ ചീത്തയായിട്ടുണ്ടോ, ഇതെല്ലാം നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് വേണം ക്ലീൻ ചെയ്തിട്ട് വെക്കാനായിട്ട്. ആദ്യത്തെ ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയോ സാഫോ. പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫുള്ള് പ്ലാന്റ്സും സ്റ്റമ്മും നനയത്തക്ക രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രം
മൂന്നാം പ്രാവശ്യം മാത്രം. ആദ്യത്തെ ദിവസം ഇത് കൊടുക്കണം, രണ്ടാമത്തെ ദിവസം കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ ദിവസം മാത്രം സാധാ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. സാധാ വെള്ളം, വളങ്ങളൊന്നും കൊടുക്കരുത്. 1 മാസം കഴിഞ്ഞ് തളിർപ്പൊക്കെ വരാൻ തുടങ്ങുമ്പോൾ മാത്രം ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ എന്തെങ്കിലും കൊടുത്തു തുടങ്ങാം. കുറച്ച് അല്പമായി. നമ്മൾ സാധാ ചെടികൾക്ക് ഒരു 1/2 കപ്പ് ഈ ഫെർട്ടിലൈസർ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുമെങ്കിൽ ഇതിന് ഒരു 1/4 ഗ്ലാസ് അതിന് നനയത്തക്ക രീതിയിൽ വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ നോക്കിയാൽ ചെടികൾ നന്നായിട്ട് വരും. പിന്നെ തളിർപ്പ് വരുന്നതനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നീം ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ ചീമക്കൊന്ന ലീഫ് അരച്ചിട്ട് അതിൻ്റെ വെള്ളം ഒത്തിരി ഇതായിട്ട് കൂട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വിനാഗിരി അപ്പോൾ കൊടുക്കണ്ട. ഒരു ആരോഗ്യമായ പ്ലാന്റിന് കൊടുത്താൽ മതി. ഇതിന് വിനാഗിരി കൊടുക്കണ്ട. കഞ്ഞിവെള്ളം, ഇപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി അരച്ചിട്ട് വെക്കുക. പിന്നെ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ചിട്ട് 3 ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ഈ പുതിയ കുഞ്ഞുങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് 2 ഡേയ്സ് ഗ്യാപ്പിൽ സ്പ്രേ ചെയ്യണം. തളിർപ്പ് വരുന്നതനുസരിച്ച് ഇതിന് അസുഖങ്ങളും വരും. കാരണം പെട്ടെന്ന് വേറൊരു കാലാവസ്ഥയിൽ നിന്ന് വന്നതല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ ചെടികളെ നമ്മുടെ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചല്പം മുട്ടയുടെ തോടോ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണക്കിപ്പൊടിച്ചതുണ്ടെങ്കിൽ പൗഡർ രൂപത്തിലുള്ള അല്പം ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടപ്പൊടിയോ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ട, ഐസിയിലുള്ള പിള്ളേരാണ് ഇതൊക്കെ. ഇവരെയൊക്കെ വെയിൽ കൊള്ളിക്കുന്നതിന് നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് ഉണങ്ങി ചിലത് പോട്ട് മാറ്റാറായി, ചിലത് കുഴപ്പമില്ല. കണ്ട, ഇതൊക്കെ ഞാൻ ചെറിയ പോട്ടിലാണ് വെച്ചേക്കണത്. ഇതൊക്കെ 1 മാസമായ പിള്ളേര. ഇങ്ങനെ കുഞ്ഞു മക്കളെ നോക്കണതിനെക്കാട്ടും കൂടുതൽ കയ്യോ കാലോ വളരുന്നു എന്ന് പറഞ്ഞ് നോക്കണം ഇവളുമാരെ, അല്ലെങ്കിൽ ഇവളുമാർ തേച്ചിട്ട് പോകും. പിന്നെ നിങ്ങൾ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണോ, നിങ്ങൾക്ക് ടെൻഷനാണ്, നിങ്ങൾക്ക് മാത്രം അസുഖമുള്ളൂ, മാനസിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ. നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചാലും അതേപോലെ തിരിച്ചു തരുന്ന ആരും ഈ ലോകത്തില്ല. നമ്മൾക്ക് പകരമാകാൻ വേറെ ആരുമില്ല. നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നോർത്ത് വിഷമിക്കരുത്. നിങ്ങളേലും ഈ വിഷമിക്കുന്നവരേലും വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. എന്തെല്ലാം വിഷമങ്ങളുണ്ട്, നമുക്കതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഓർത്ത് ആശ്വസിക്കാം. പിന്നെ പ്രാർത്ഥന മുടക്കരുത്, എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീ ആയിരിക്കരുത്, എപ്പോഴും എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം. ചെടികൾ നടുകയോ പച്ചക്കറികൾ നടുകയോ സ്റ്റിച്ചിങ് ചെയ്യുകയോ കോഴി വളർത്തൽ, ഇതെല്ലാം എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സങ്കടപ്പെടാൻ സമയം കിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി സന്തോഷങ്ങൾ കിട്ടും. ചില നിമിഷങ്ങളിലായിരിക്കും സന്തോഷങ്ങൾ വന്നെത്തുന്നത് ഇല്ലേ. അത് കുഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഉള്ള സന്തോഷം വരുമ്പോഴേക്കും സങ്കടപ്പെട്ടിരിക്കാതെ കിട്ടുന്ന ഗ്യാപ്പിൽ അടിച്ച് പൊളിച്ചങ്ങോട്ട് സന്തോഷിക്കണം. കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് അർമാദിക്കണം. ഒരു ചെടിക്ക് ഒരു മൊട്ട് വന്നാലോ, തളിർപ്പ് വന്നാലോ, ഒരു പച്ചക്കറിക്ക് കായ് വന്നാലോ, ഒരു കോഴി മുട്ടയിട്ടാലോ, ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞാലോ, ഇതൊക്കെ നമുക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സങ്കടപ്പെടുത്താൻ ഒത്തിരി ആളുകൾ നമുക്കുണ്ട് ചുറ്റിനും. അവരവരുടെ ഡ്യൂട്ടി ചെയ്തോളൂ. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി. നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കണ്ടേ, നമുക്ക് സന്തോഷിക്കണ്ടേ. നമ്മളെല്ലാവരെയും എത്ര സ്നേഹത്തോടെ കെയർ ചെയ്യുന്നത്. നമ്മൾ അമ്മയായിട്ടും ഭാര്യയായിട്ടും മകളായിട്ടും മരുമകളായിട്ടും കൂട്ടുകാരിയായിട്ടും എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് നമ്മളോട് ഉത്തരവാദിത്തമില്ല? നമ്മൾക്ക് സ്വയം സ്നേഹിക്കാൻ പറ്റുന്നില്ല, സ്വയം സന്തോഷിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് സന്തോഷിക്കണം കേട്ടോ. കുഞ്ഞു സങ്കടങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതെ, തളർന്നിരിക്കാതെ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ സന്തോഷിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഓക്കെ, എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകണേ. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.